ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. നല്ല മഴക്കാറാണ് രാവിലെ തന്നെ കേട്ടോ. അപ്പോൾ രാവിലെ കുറേ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വള കൊണ്ടുവരുന്ന ഉപ്പുപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നും മേടിച്ചില്ല, മോക്ക് മാത്രമേ 2 സെറ്റ് വള എടുത്തു, വേറൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. രാവിലെ അങ്ങനത്തെ കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളൊരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കവലോര പോകണമായിരുന്നു. അപ്പോൾ മോളും തയ്യാറായി റെഡിയായൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. അവളെ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം ഇറങ്ങിക്കോണം. വാപ്പി വാ കവളക്ക് പോവാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ വലിയ ഇതാണ്. അപ്പോൾ പുതിയ വളയൊക്കെ ഇട്ട് സെറ്റായിട്ട് നടക്കിയിട്ട് അരമണിക്കൂറായി ആൾ റെഡിയായിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ആ ഡ്രസ്സ് തന്നെ അങ്ങ് ഇട്ടുകൊണ്ട് ഇറങ്ങിയത്. ജസ്റ്റ് കവലവരെ പോയാൽ മതി, ഒരു ഷോൾ മാത്രം എടുത്ത് ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ അരി തീർന്നിരിക്കുന്നത്. അപ്പം അരി സാധാ മേടിക്കുന്ന അരി ഒരു സുഖം തോന്നല്ല. അപ്പം വേറെ ഏതെങ്കിലും അരി ഒന്ന് മാറ്റി മേടിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ റിലയൻസിലൊന്ന് കയറിയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അരി ആദ്യമേ തന്നെ കുറേ അങ്ങ് എടുത്താൽ പറ്റില്ലല്ലോ. അപ്പം മട്ട അരി എന്ന് പറഞ്ഞിട്ടൊരു അരി വന്നിട്ടുണ്ട്, ചുവന്നരി. അപ്പോൾ അത് ആദ്യം കുറച്ച് 2-2.5 കിലോ മേടിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ പിന്നെ പോയി വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് കിറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ട് അങ്ങനെ പോവാണ്. അപ്പം പോണതിന് മുന്നേ ഉമ്മച്ചിയുടെ അടുത്തും ഉമ്മാരുടെ അടുത്തും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ തറവാട്ടിൽ പോയി അവരുടെ അടുത്തും കൂടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചിലപ്പോൾ തിരക്കുമ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിൽ പറയാണ്ട് പോയെന്ന് വിചാരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓടിപ്പോയി ഉമ്മച്ചിയുടെ അടുത്തും ഉമ്മാരുടെ അടുത്തും കൂടെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ നമ്മൾ കവലയ്ക്ക് പോവാണ്, വലിയ പർച്ചേസിങ്ങിനായിട്ട് പോവാണെന്ന മട്ടിലൊക്കെയാണ് പോണത്. സത്യം പറഞ്ഞാൽ ഒന്നും മേടിച്ചില്ല, കുറച്ച് മീൻ മേടിക്കണം, കുറച്ച് അരി വാങ്ങണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓടിപ്പോയി ഉമ്മച്ചിയുടെ അടുത്തും ഉമ്മാരുടെ അടുത്തും പറഞ്ഞിട്ട് വന്നു. ഈ കാണുന്നതാണ് തറവാടായിട്ട് കട വാപ്പിച്ച് ഉമ്മച്ചിയൊക്കെ താമസിക്കുന്ന അനിയനും ഫാമിലി, ഇളയ അനിയൻ്റെ ഫാമിലിയൊക്കെ ഇവിടെയാണ്. അപ്പോൾ വേറെ എന്താണ് വിശേഷം? അപ്പോൾ അങ്ങനെ നമ്മളിതേ പെട്ടെന്ന് തന്നെ പോവാണ്. നല്ല ഉച്ച നേരം ആയിട്ടോ. ഇനി വേറെന്താണ് വിശേഷം? അങ്ങനെ പോണു. മഴക്കാറൊക്കെ ഒന്ന് മാറി, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് പോവാണ്. അപ്പോൾ അതേ വലിയ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഉമ്മി കയറുന്ന പറഞ്ഞ് ഒച്ചപ്പാടാണ്. അപ്പോൾ ഞാൻ കയറിക്കോളാം. അപ്പോൾ ഞാൻ കയറാത്തതുകൊണ്ട് ആളിന് വല്ലാത്തൊരിതാണ്. ഉമ്മിയും കൂടെ അവിടെ ബാക്കിൽ ഇരിക്കാനാണ് കൈ കൊണ്ട് കാണിക്കുന്നത്, പുറകിലിരുന്നോളാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതേ നമ്മുടെ കവലയ്ക്ക് പോകാനുള്ള യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ്. വലിയ പർച്ചേസിങ് ആണ് കേട്ടോ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നറിയാം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, നമ്മുടെ ഷോർട്സ് കാണുക. അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് കാണുക കേട്ടോ. എന്നാലല്ലേ നമുക്ക് ആ ഒരു ഇതൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആഡൊക്കെ വരും, അതൊക്കെ ഒന്ന് കണ്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കി നല്ല ആസ്വദിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അവിടെ നിന്ന് കിണറുംപടി കഴിഞ്ഞ് നേരെ നമ്മുടെ സൊസൈറ്റി പടി കുരിശുംപടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇതേ ഏകദേശം നമ്മുടെ പായ്പ്രക്കവല എത്താറായിട്ടുണ്ട്. ഏകദേശം ഇവിടെയാണ് നമ്മുടെ പായ്പ്രക്കവല എത്തുന്നത്. 2 സൈഡ് നല്ല അത്യാവശ്യം ഒരു തിരക്കുള്ള ടൈമാണ്. എന്നാലും ഉച്ച ടൈം ആയതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഞങ്ങൾ പാസ് ചെയ്ത് പോയി. അപ്പോൾ ഞങ്ങളുടെ മെയിൻ കവല എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ വ്യൂസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ. ഇതാണ് ഞങ്ങളുടെ പായ്പ്രക്കവല എന്ന് പറയുന്ന സ്ഥലം. അതായത് വീട്ടിൽ നിന്ന് ഏകദേശം എനിക്ക് 2-2.5 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ നേരെ പോയി അരി നോക്കിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് റിലയൻസിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ അവിടെ പോയി. അപ്പം പോകുന്ന വഴിക്ക് ഇതാണ് നമ്മുടെ സബൈൻ ഹോസ്പിറ്റൽ, ഞാൻ പറയാറില്ല ഇടയ്ക്ക്, അതിതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറി വരുമ്പോഴാണ് നമ്മുടെ റിലയൻസ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഞാൻ കയറി ഉടനെ തന്നെ വലിയ ട്രോളിയൊക്കെ എടുത്തു. എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റം എടുക്കാനുണ്ട്. പക്ഷേ അവിടെ ചെന്നിട്ടുണ്ടല്ലോ ചുമ്മാ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ എടുത്തു. ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ ആകെ ഒരു ചെറിയ കൂടെ ബീഫ് മസാലയും മല്ലിപ്പൊടി കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും അരിയും മാത്രമേ ഞാൻ എടുത്തുള്ളൂ. എടുത്തെടുത്ത് ഓഫർ നോക്കിയെടുത്ത മറ്റേ നമ്മുടെ ഐസ്ക്രീം ഉണ്ടല്ലോ, അതിനെന്തോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ എന്തോ 1/2 കിലോയ്ക്ക് 90 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അതെടുത്തു. പിന്നെ പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ പാലട മിക്സില്ലേ, അതെടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത അരി. ഇതല്ല കേട്ടോ, ഇത് ചുമ്മാ ഞങ്ങൾ അരിയുടെ റേറ്റൊക്കെ ഒന്ന് നോക്കിയത്. ഞങ്ങൾ മട്ട അരി എന്ന് പറഞ്ഞിട്ടൊരു അരി, ഇഡ്ഡലിയുടെ പച്ചരിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പക്ഷേ എടുത്തില്ല. ഞാൻ എടുത്തിട്ട് എനിക്കൊരു സാധാ പച്ചരി അതിൽ നിന്നും നല്ലത്. ഇതാണ് ഇഡ്ഡലിയുടെ അരി എന്ന് പറയുന്നത്. നല്ല കട്ടിയാണ്. അത് ഒരു 6 മണിക്കൂറെങ്കിലും കുതിര ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ വെള്ളരി ആദ്യം സുരേഖ എടുക്കണോ അതോ ജയ വേണ്ട, ജയയ്ക്ക് അന്യായ വേവ. ഇത് സുരേഖയ്ക്ക് 54. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് എടുത്താലോ എന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് ആദ്യം കുറച്ച് കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞു. ഇത് 50 അങ്ങാണ്ടാണ്, 50 രൂപ എന്തോ കിലോയ്ക്കാണെന്ന് തോന്നുന്നു. മട്ട അരി വലിയ കുഴപ്പമില്ല, ഇച്ചിരി ഒരു മട്ട ഉണ്ട അരിയെന്നോ അങ്ങനെ എന്തോ ആണ് അതിൽ എഴുതിയിരിക്കുന്നത്.
അപ്പോൾ അത് ഞാൻ ഒരു ഏകദേശം 2 കിലോ എന്നുള്ളത് എടുത്തു വന്നപ്പോൾ 2,700 ആയി. അപ്പോൾ അതെടുത്തു. പിന്നെ ഈ പറഞ്ഞ 1-2 സാധനങ്ങളൊക്കെ അങ്ങ് എടുത്ത് പോന്നിങ്ങ്. കുറേ ഓഫർ വന്നിട്ടുണ്ട്. ഓണം പ്രമാണിച്ച് കുറേ ഐറ്റംസൊക്കെ അവർ സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ട്രോളി എടുത്തുകൊണ്ട് വന്നിട്ട് മോളെങ്കിലും കയറ്റി അതിൻ്റെ അകത്ത് ഇരുത്തിയില്ലെങ്കിൽ ഒരു മോശമില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും നൈഗൂന അതിൻ്റെ അകത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ നൈഗൂസ് അതിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ചുമ്മാ ഒന്ന് റൗണ്ടൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ ഒന്ന് വന്നു. എന്നിട്ട് ഞാൻ നേരെ പിന്നെ നമ്മുടെ അരി എടുത്തു. ഏകദേശം ചെറിയൊരു പാക്കറ്റ് എടുത്തിട്ട് അതിൽ കോരി എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ചുമ്മാ ഒരു വലിയ ഷോപ്പിംഗ് എന്നുള്ള മട്ടിലൊക്കെ ഇറങ്ങണതാണ്. പക്ഷെ നിങ്ങൾ കാര്യമായിട്ടൊന്നും കരുതല്. വളരെ ഞങ്ങളുടെ അടുത്തുള്ള അൽഫി എന്ന് പേരുള്ള നെയ്ബറാണ് കേട്ടോ അവിടെ നിൽക്കുന്ന. ഫേസ് ഒക്കെ എടുത്തതാണ്, പക്ഷെ അവളുടെ ഫേസ് കിട്ടിയില്ല. അവളെന്തോ മിൽക്ക് മെയ്ഡോ അങ്ങനെ എന്തോ മേടിക്കാൻ വേണ്ടി അവിടെ വന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ വ്യൂസൊക്കെ അടിപൊളിയായിട്ട് ഉച്ചയൂണൊക്കെ കഴിക്കാനുള്ള ടൈമൊക്കെ ആയിരിക്കും. എന്നാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്പെഷ്യലൊക്കെ? രാത്രി 10 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ റിലയൻസിലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ മോളൂസിൻ്റെ ചിരിയൊക്കെ പാസ്സാക്കി അവിടെ നിന്നിറങ്ങി നേരെ നമ്മുടെ ഫിഷ് മേടിക്കാൻ വേണ്ടി പോയിട്ട്. ഇന്ന് അടിപൊളി കുറേ മീനുകളുണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പേരെന്ന് പറഞ്ഞിട്ടോ. ആകെ 1-2 മീനുകളുടെ പേര് മാത്രമല്ല, ബാക്കിയൊക്കെ ഞാൻ അതിൻ്റെ നേരെ മേളിലിട്ടൊക്കെയാണ് സ്ലേറ്റ് ബോർഡ് എഴുതിയിട്ടിട്ടുണ്ട്, റേറ്റും പേരും ഒക്കെ. അപ്പോൾ അത് നോക്കി പേര് പഠിക്കും. അപ്പോൾ ഇക്കാൻ ഇന്നലെ മുളക് ചാറ് വെച്ചിട്ട് കിളിമീൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കിളിമീൻ എടുത്തു. പിന്നെ മോന് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ഈ കൂന്തൽ കണവ. അപ്പോൾ അതും 1/2 കിലോ മേടിച്ചു. അപ്പോൾ അതും 1/2 കിലോ കിളിമീൻ നമ്മുടെ നഗരമീൻ. അപ്പോൾ അത് അവരെല്ലാം ക്ലീൻ ചെയ്ത് തന്നെ തന്നു കേട്ടോ. കട്ട് ചെയ്തില്ല, കട്ട് ചെയ്യാണ്ട് നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് മേടിച്ചുള്ളൂ. കട്ട് ചെയ്യണത് ഞാൻ എൻ്റെ ഇഷ്ടം, കാരണം വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കലാട്ടോ പതിവ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമൊക്കെ ഇവിടെ നിന്ന് മേടിക്കും. നല്ല കൂന്തലാട്ടോ. ഇത് ഫോട്ടോയിൽ കാണുന്ന കണക്കൊന്നുമല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂന്തലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മീനൊക്കെ നോക്കി എല്ലാം പേരൊക്കെ ഒന്ന് നോക്കി കറങ്ങി നിൽക്കുന്ന സമയം കൊണ്ട് അവരത് രണ്ടും ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടു. നല്ല വലിയ ചെമ്മീനായിട്ടോ. നമ്മൾക്ക് ഫോണിൽ അത് എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് അല്ല, നല്ല വലിയ ചെമ്മീനാണ്. അതുകൊണ്ട് 400 സംതിങ് ഒക്കെ. പിന്നെ കുട്ടിച്ചൂര ഉണ്ടായിരുന്നു, നമ്മുടെ ചെമ്പല്ലി ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പേര് എനിക്കറിയാം കേട്ടോ. ചെമ്പല്ലിയൊക്കെ 240. ചൂരയും ആ ഒരു റേറ്റൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു, 240. ചൂര കണ്ടപ്പോൾ ഒരെണ്ണം എടുത്താലോ എന്നൊരു ചിന്തയൊക്കെ തോന്നി. പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ടേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചൂര, നല്ല ഫ്രഷ് ചൂരയാണ്. അപ്പോൾ എന്തായാലും പിന്നെ ആവട്ടെ എന്ന് കരുതി ഇപ്പോൾ 2 ഐറ്റം മീൻ എടുത്തു. പിന്നെ കൊഴുവ, മറ്റേ വൈറ്റ് കൊഴുവ, എന്നാലും കുഴപ്പമില്ല. പിന്നെ കരിമീൻ, പിന്നെന്താണ്, പിന്നെ വേറൊരു തരം മീനാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെയൊക്കെ പേരിൽ ഇത് കേര വന്നിട്ട് എങ്ങോട്ടോ 500 സംതിങ്, എങ്ങോട്ടോ 540 50 അങ്ങോട്ടാണെന്ന് തോന്നുന്നു. 540 കേര. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ മീനൊക്കെ. എന്നാലും നമ്മുടെ ഈ ട്രോളിങ് കഴിഞ്ഞിട്ട് അത്രമാത്രം അങ്ങനെ വില അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മത്തിക്കൊക്കെ ആണെങ്കിലും അങ്ങനെ വിലയൊന്നും കുറഞ്ഞില്ല. മത്തി നല്ല മത്തിയായിട്ടോ, നല്ല ഫ്രഷ് മത്തിയാണ് കിടക്കുന്നത്. ഒരു മീനിൻ്റെ പേരുണ്ട്, എന്താണ് മച്ചാനോ എന്തൊക്കെ പേരാ, കിളി, ആവോലി, കുറേ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആശാൻ റിലയൻസിലെ ബില്ലൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ബില്ല് നോട്ടവും ബില്ല് കൂട്ടലും ഇനി കുറച്ച് നേരത്തേക്ക് ഉണ്ടാകും. അത് സ്ഥിരം ഉള്ള കേസാണ്. അപ്പോൾ ഗൈസ് വേറെ എന്തൊക്കെയാണ്? അപ്പോൾ നല്ല അടിപൊളി നെയ്മീൻ, പാര ഒക്കെ ഉണ്ട്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടൊക്കെ അവർ റെഡിയാക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അങ്ങനെ നമ്മളവിടെ നിന്ന് മീനൊക്കെ മേടിച്ച് പെട്ടെന്ന് തന്നെ വെയിലങ്ങോട്ട് തുടങ്ങി വീട്ടിലെത്തിക്കഴിഞ്ഞു. വേറെ എന്താണ്, അപ്പോൾ ഇന്നത്തെ ചുമ്മാ കുറച്ച് നേരത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കാണിച്ചതാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞു. വീട്ടിലെത്തിയ പാടെ തന്നെ ഉമ്മയും ഉമ്മച്ചിയും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആപ്പിൾ കൊണ്ടുവന്ന് കൊടുത്തേക്കാം. മോളെടുത്തോണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് ആ മിഠായി തിന്നാനുള്ള ഒരു തിരക്ക് കാരണം പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മീനുകളും ഐസ്ക്രീമും പാലൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ പെട്ടെന്ന് ഫ്രീസറിലൊക്കെ വെക്കേണ്ടതെടുത്ത് വെച്ചു. ഞാൻ ഇന്നിപ്പോൾ കിളിമീൻ എടുത്ത് മുളക് കറി വയ്ക്കാം. കാര്യം ഇന്നലെ കഴിച്ചിട്ട് അതുപോലെ വെക്കാൻ പറഞ്ഞു. പക്ഷെ അത്രയും വേവിക്കണ്ട, ഉടഞ്ഞു പോവും. അത് പെട്ടെന്ന് വേവണ മീനായതുകൊണ്ടേ അപ്പോൾ അത് ഒന്ന് ആക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അഡീഷണൽ വർക്ക് എന്ന് പറയുന്നത്, അഡീഷണൽ ചിലവെന്ന് പറയുന്നത് ആ പായസത്തിൻ്റെ സെറ്റും ഐസ്ക്രീമും 2 കൂട് പാലും കൂടെ എക്സ്ട്രാ അതിന് വേണ്ടി എടുത്തു. അതേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അത്രയും സാധനമൊന്നും മേടിക്കേണ്ടി വരില്ല. ഒരിടത്ത് പോകുമ്പോൾ നമ്മൾ എങ്ങനെയല്ലേ എടുത്തു പോകും. അതായിക്കെ പറയണം, നിങ്ങളെ കൊണ്ട് വരുമ്പോഴേ ഞാൻ എടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കില്ല. ആ വേണ്ട സാധനം മാത്രമേ എടുക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ ഇത് കൊള്ളാം, ഞങ്ങളെ കൊണ്ടുപോയതാണോ തെറ്റെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആക്കി. എന്നിട്ട് ആ ഐസ്ക്രീം മെനിങ്ങാന്ന് പോയി ഫാറ്റി ലിവർ നോക്കിയ ആൾ, അതേ നോക്കി നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം തിന്നു. ഞാൻ ആ ടിന്നെ പൊട്ടി എടുത്തുകൊണ്ടൊന്ന് വെച്ചു. അങ്ങ് ഒരു സ്പൂണുമായിട്ട് എടുത്ത് വെച്ചിട്ട് കോരിയും കഴിക്കുക.
ബട്ടറൊക്കെ എന്താ ചെയ്യണ പറഞ്ഞ കേൾക്കില്ല. പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ടോ, നല്ല ആ ഓഫറാണെങ്കിൽ നല്ല സാധനമായിരുന്നു കേട്ടോ. നമുക്ക് എനിക്കൊരു ബട്ടർ സ്കോച്ചിൻ്റെ അരക്കൊക്കെ നമുക്ക് 90 രൂപയ്ക്ക് അത് നല്ല ലാഭമുണ്ട് കേട്ടോ. അതിൻ്റെ വാനില ഉണ്ടായിരുന്നു, പക്ഷേ അത് എടുത്തില്ലേക്ക് ബട്ടർ സ്കോച്ച് തന്നെ എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ബട്ടർ സ്കോച്ച് എടുത്തു. ഇവിടെ മോൻ സ്കൂളിൽ പോയിട്ട് വന്ന പാടെ തന്നെ അപ്പോൾ തന്നെ കഴിക്കും. കാര്യം എന്ന് വെച്ചാൽ അവന് ചുമ കുറഞ്ഞിട്ടില്ലാന്നേ. എനിക്ക് അതുകൊണ്ട് ഞാൻ അത് എടുത്തപ്പോൾ തന്നെ ഞാൻ ഇക്കാനോട് പറഞ്ഞു, ഇക്ക അത് എടുക്കണോ വേണോ, മോൻ്റെ ചുമ കുറഞ്ഞിട്ടില്ല, ഒന്ന് കുറവായി വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതും കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ചുമ വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്, എക്സാം വരാം. എന്നാലും പിന്നെ ഓഫറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാതിരിക്കൽ നമുക്ക് പറ്റൂലല്ലോ. അതുകൊണ്ട് പിന്നെ എടുത്തു, ഞാനും കഴിച്ചു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ മീൻ കറിയൊക്കെ നമ്മൾ റെഡിയാക്കി. ഇന്നലെ മീൻ കറിയുടെയൊക്കെ വീഡിയോ കാണിച്ചു തരണല്ലോ. അപ്പോൾ നമുക്ക് ആ സൈഡിൽ നമ്മുടെ പാലട ഉണ്ടാക്കാനുള്ള പരിപാടിയും കൂടെ നോക്കാം. അപ്പോൾ പാല് തിളയ്ക്കാൻ വെച്ചു. അപ്പം ചോറ് ഇച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ചോറ് അന്നേരം കൊടുക്കാൻ നിന്നില്ല. പിന്നെയൊക്കെ ഒരു 4 മണിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ചോറിക്ക് തന്നെ കുറച്ച് ചോറും മീൻ ചാറൊക്കെ ഒഴിച്ച് കഴിച്ചു. വേറെ കറി വെജിറ്റബിളൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. മീൻ കറിയും മക്കൾക്ക് ഓരോ മീൻ പൊരിക്കാനെടുത്തു, പിന്നെ അച്ചാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി. പിന്നെ നമ്മുടെ സ്പെഷ്യൽ പായസം. എനിക്ക് പാലട എനിക്ക് അത്ര വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ സേമിയാണ് കുറച്ചും കൂടെ നല്ലതെന്ന്. പിന്നെ പാലട മതി എന്ന് അത് ഇഷ്ടമായിട്ട് തോന്നി അങ്ങനെ എടുത്ത കിച്ചൺ ട്രഷേഴ്സിൻ്റെ മിക്സാണ് കേട്ടോ പാലട മിക്സ്. അപ്പോൾ ഷുഗർ കറക്റ്റാണ്, പക്ഷെ എന്നാലും ഞാൻ ഒരു സ്പൂണോ 1.25 സ്പൂണോ എന്തോ കൂടി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നെയ്യിൽ നമ്മുടെ നട്ട്സും കൂടെ വറുത്തങ്ങ് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വേറെ എന്തൊക്കെയാണ്? അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് അടിക്കാണ്ട് കാണണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള ടൈമായി. മോൻ സ്കൂളിൽ നിന്ന് ഇപ്പോൾ തന്നെ എത്തും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ അങ്ങനെ അതേ പാലൊക്കെ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പായസം മിക്സൊക്കെ തട്ടി 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് അത് കുക്ക് ചെയ്യണമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ ഇരുന്നു. ഏകദേശം ഞാൻ അരമണിക്കൂറോളം കുക്ക് ചെയ്തു. നന്നായിട്ടൊന്ന് കുറുകി വരണമല്ലോ. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഇത് വേവാനുള്ള മറ്റേ പാലങ്ങ് ഒത്തിരി വറ്റി പോകത്തില്ലേ. അപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മീൻകറിയും ചോറും അത് വേറെ റെഡിയായി. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ദേ നമ്മുടെ അടിപൊളി പായസം റെഡിയായിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് കുറച്ച് കോരി വെക്കണം. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആശാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യുകയാണ്. എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷം? വേറെ ഒന്നുമില്ല. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.